Hello students, in this video we are going to discuss about cooperation and other forms of business like company and partnership. These two will be covered in this video. In the previous video we have discussed about cooperation and various other economic systems that is prevalent all over the world. And here we are going to discuss about cooperation as a form of organization, how it is different from other business forms. First, we will discuss about cooperation and joint stock company. First one is nature of institution. Cooperation is an institution of economically weak people for raising standard of living. Living is missing here. And joint stock company is an association of capitalists with profit motive. Capitalist ഈ കമ്പനീസ് ഉണ്ടാക്കുന്നത്. അതിനപ്പോൾ നേച്ചർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോഫിറ്റ് സീക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ. പക്ഷേ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇനീഷ്യേറ്റഡ് ബൈ ഇക്കണോമിക്കലി വീക്കർ പീപ്പിൾ ആൻഡ് ഇറ്റ് ഈസ് ഇൻറ്റൻറ്റഡ് ടു റേസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് പീപ്പിൾ ആൻഡ് ഹെൽപ്പ് ദ സൊസൈറ്റി അറ്റ് ലാർജ്. നെക്സ്റ്റ് ഈസ് ഇമ്പോർട്ടൻസ്. In a cooperative form of organization, people are given more importance. മെമ്പേഴ്സിനാണ് എല്ലാ അധികാരങ്ങളും ഉള്ളത്, മെമ്പേഴ്സിനാണ് ഇമ്പോർട്ടൻസ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, ക്യാപിറ്റൽ ഇസ് അസൈൻഡ് ഇമ്പോർട്ടൻസ്. മണി മാറ്റേഴ്സ്. പണത്തിനാണ് കൂടുതൽ മൂല്യമുള്ളത്. അതുകൊണ്ട് ക്യാപിറ്റൽ ആർക്കാണോ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക, ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്ക് വിൽ ബി ഏബിൾ ടു ഇൻഫ്ലുവൻസ് ദ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. So the importance is for capital, not members. Next is principle of equality. In a cooperative form of organization, all members have equal voice in the management. നമ്മൾ പറഞ്ഞില്ലേ, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോളാണ്, എല്ലാവർക്കും തുല്യം. അതായത് ഞാൻ എത്ര ഷെയർ അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളതിൻ്റെ ബേസിസിലല്ല, വൺ മാൻ വൺ വോട്ടാണ് ഓരോ കാര്യങ്ങളും തീരുമാനിക്കുമ്പം ഓരോരുത്തരുടെയും അഭിപ്രായം. Not considering what he has contributed towards the share capital or how much shares is owned by that person. ഓരോ ഇൻഡിവിജ്വലിനും ഒരേ കൺസിഡറേഷനാണ് കോപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷനിൽ കിട്ടുക. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, വോട്ടിംഗ് റൈറ്റ്സ് വാരി അക്കോർഡിംഗ് ടു ദ ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. അതായത് ഏറ്റവും കൂടുതൽ ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാണ് എന്തുണ്ടാവുക, ഒരു ഷെയറാണ് ഓണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഷെയർസ് ഓൺ ചെയ്യുന്ന ആൾക്ക് he will be able to influence the decisions and the control will be vested in his hands, so her hands. അപ്പോൾ അതുകൊണ്ട് പ്രിൻസിപ്പിൾ ഓഫ് ഈക്വാലിറ്റി ഈസ് നോട്ട് ദെയർ ഇൻ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആൻഡ് ഇറ്റ് ഈസ് പ്രിവലൻ്റ് ഇൻ കോപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷൻ. നെക്സ്റ്റ് ഈസ് മാനേജ്മെൻറ്റ്. The election of director is not restricted by capital considerations. In a cooperative form of organization, the management committee of the members of the cooperative society elect the management committee, and that management committee will elect the director. There, while electing the director of a cooperative society, the capital that he has contributed, the volume of capital that he has contributed is not facing any hindrances or is not creating any problem in deciding who will be the director. Only it is being checked whether he is mentally stable and he is able to carry out the activities. His talent is being given importance in a cooperative form of organization. But when it comes to joint stock company, shareholders elect board of directors for managing the affairs. The director should subscribe a fixed amount of capital. ഒരു നിശ്ചിത തുക പറയും, അത് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾ മാത്രമേ ഡയറക്ടർ ആവാൻ പറ്റുള്ളൂ. ആ ഡയറക്ടറെ തീരുമാനിക്കുന്നത് ജനറൽ ബോഡിയാണ്, മെമ്പേഴ്സിൻ്റെ ജനറൽ ബോഡിയാണ് തീരുമാനിക്കുക. ബട്ട് കണ്ടീഷൻ ഉണ്ട്, ദിസ് പേഴ്സൺ ഷുഡ് സബ്സ്ക്രൈബ് ഫോർ ദിസ് മച്ച് ഷെയർസ് ഓഫ് ദ കമ്പനി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ദിസ് കണ്ടീഷൻ ഈസ് നോട്ട് ദെയർ ഇൻ കോപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷൻ. അതൊരു ക്രൈറ്റീരിയനേ അല്ല. ഒരു ഡയറക്ടറെ തീരുമാനിക്കുന്ന സമയത്ത് ആ വ്യക്തി എത്ര ഷെയർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇറ്റ്സ് നോട്ട് എ ക്രൈറ്റീരിയൻ അറ്റ് ഓൾ. Next is individualism. In a cooperative society, they follow a policy of integration and combinations with other cooperators. അതായത് നമ്മൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ് ഓർത്താൽ അറിയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രിൻസിപ്പൽ, കോപ്പറേറ്റ് വിത്ത് കോപ്പറേറ്റേഴ്സ്, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റേഴ്സ്. അപ്പോൾ അവിടെ ഒരു ഇൻറ്റഗ്രേഷനും കോമ്പിനേഷനുമാണ് അവർ ഇൻറ്റൻറ്റ് ചെയ്യുന്നത്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടെങ്കിൽ
അവരൊറ്റയ്ക്ക് ഓട്ടോണമസ് ആയിട്ട് വർക്ക് ചെയ്യണം എന്നല്ല. കോപ്പറേറ്റീവ്സിൻ്റെ ഫോം ഓഫ് ഓർഗനൈസേഷൻ ഓട്ടോണമസ് ആണെങ്കിൽ പോലും അവരൊറ്റയ്ക്ക് വർക്ക് ചെയ്യണമെന്നല്ല. അവർ അവരുടെ ഡിഫറെൻറ്റ് ലെവൽസും അല്ലെങ്കിൽ മറ്റുള്ള സെയിം ലെവൽസിലുള്ള കോപ്പറേറ്റീവ്സൊക്കെ തമ്മിൽ സഹകരണത്തോടെ കോമ്പിനേഷനോടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഇറ്റ്സ് പ്യുവർലി ഇൻഡിവിജ്വലിസ്റ്റിക്. ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ആ കമ്പനി ദേ കോമ്പീറ്റ് വിത്ത് അതേഴ്സ്. വേറൊരു രണ്ടാമത്തെ ഒരു കമ്പനി ഉണ്ടെങ്കിൽ ദേ കോമ്പീറ്റ് വിത്ത് ഈച്ച് അതർ ദെംസെൽസ് ടു സെക്യൂർ മാക്സിമം ബെനിഫിറ്റ്സ്. അങ്ങനെ കോമ്പീറ്റ് ചെയ്തിട്ട് ആ ഒരു എക്സ് പറയുന്ന കമ്പനി പറഞ്ഞാൽ എക്സ് ആൻഡ് വൈ രണ്ട് കമ്പനീസ് ഉണ്ടെങ്കിൽ എക്സ് വിൽ ബി കോമ്പീറ്റിംഗ് വിത്ത് വൈ. അല്ലെങ്കിൽ എക്സിന് ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ളൊരു എക്സിസ്റ്റൻസ് ആണ്. ഇറ്റ്സ് നോട്ട് പ്ലാനിങ് ടു ഡു എ കമ്പൈൻഡ് കൈൻഡ് ഓഫ് ഇൻറ്റഗ്രേറ്റഡ് കൈൻഡ് ഓഫ് ബിസിനസ് വിത്ത് വൈ. അപ്പോൾ അങ്ങനെയാണ് ഇൻഡിവിജ്വലിസം എന്ന് പറയുന്നത് കൂടുതലാണ് വെൻ ഇറ്റ് കംസ് ടു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ബട്ട് വെൻ ഇറ്റ് കംസ് ടു cooperative form of organizations, their integration and combination, they undertake the activities in an integrated and combined way. Next is attitude to other concerns. With regard to cooperative society, it adopts a constructive approach. നമ്മൾ പറഞ്ഞല്ലോ ഇൻ്റഗ്രേറ്റഡും കമ്പൈൻഡ് ആയിട്ടൊക്കെ പോവുക പറഞ്ഞാൽ ദേ അഡോപ്റ്റ് ആൻഡ് കൺസ്ട്രക്റ്റീവ് അപ്രോച്ച്. ഇറ്റ് എക്സ്പാൻഡ്സ് ഇറ്റ്സ് ആക്ടിവിറ്റീസ് വിത്തൗട്ട് ഹിൻഡറിങ് ദ പ്രോഗ്രസ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ പ്രോഗ്രസ്സിനെ തടസ്സപ്പെടുത്താതെയാണ് ആക്ടിവിറ്റീസ് എക്സ്പാൻഡ് ചെയ്യുക. ബട്ട് വെൻ ഇൻ ദ കേസ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി വാട്ട് ഹാപ്പൻസ് ഇസ് ദ ഡിസൈൻ പോളിസീസ് ടു എലിമിനേറ്റ് ഇറ്റ്സ് കോമ്പറ്റേറ്റേഴ്സ് ആൻഡ് എക്വയർ എ മോണോപ്പൊളി. എപ്പോഴും ശ്രമിക്കുന്നത് എന്തിനാണ്? അവർ പോളിസീസ് എപ്പോഴും കോമ്പറ്റേറ്റേഴ്സിനെ ഒരു മോണോപ്പൊളി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഡിസ്ട്രക്റ്റീവ് അപ്രോച്ചാണ് അവർ ഫോളോ ചെയ്യുന്നത്. എങ്ങനെ മറ്റുള്ളവനെ താഴ്ത്തി അല്ലെങ്കിൽ മറ്റ് കമ്പനികളേക്കാൾ മേലെ എനിക്ക് എത്താം എന്ന് പറയുമ്പോൾ അതൊരു ചവിട്ടിത്താഴ്ത്തലാണ്. അല്ലാതെ അവരുടെ കൂടെ ഞാൻ എങ്ങനെ വളരാം എന്നുള്ളതല്ല. കോപ്പറേറ്റീവ്സ് ചിന്തിക്കുന്നത് എങ്ങനെ ഒരുമിച്ച് വളരാം എന്നുള്ളതാണെങ്കിൽ കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻസ് ചിന്തിക്കുന്നത് ഒരാളെ തഴഞ്ഞ് അയാളെ മാർക്കറ്റിൽ നിന്ന് പുറത്താക്കി എങ്ങനെയാണ് എനിക്ക് കൂടുതൽ ഗെയിൻസ് ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അതാണ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് അതർ കൺസേൺസ്. നെക്സ്റ്റ് ഇസ് ഷെയർ ലിസ്റ്റ്. The share list of cooperatives is always open and it is not sold above face value. നമുക്കറിയാം എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഷെയർസ് വാങ്ങിക്കാം. കോപ്പറേറ്റീവ് സൊസൈറ്റീനെ സംബന്ധിച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഷെയർസ് വാങ്ങിക്കാം. ഇഫ് ഐ എം വില്ലിങ് ടു ബി പാർട്ട് ആൻഡ് പാർസൽ ഓഫ് എ പെർട്ടിക്കുലർ കോപ്പറേറ്റീവ് സൊസൈറ്റി. അത് എനിക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു സൊസൈറ്റി ആണെങ്കിൽ എൻ്റെ അതേ തരത്തിലുള്ള ആൾക്കാർ ഫോം ചെയ്തിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ എനിക്ക് എപ്പോൾ വേണമെങ്കിൽ എൻ്റെ മെമ്പർ ആവാം, എപ്പോൾ വേണമെങ്കിൽ എനിക്ക് എൻ്റെ ഷെയർസ് വാങ്ങിക്കാം. ആൻഡ് ഐ കനോട്ട് സെൽ ഇറ്റ് അബവ് ദ ഫേസ് വാല്യൂ. അങ്ങനെ ഒരു ഫ്രീലി ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ളൊരു സാധനമല്ല ഇത്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഇഷ്യൂസ് ഷെയർസ് ഓൺലി ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ക്യാപിറ്റൽ റിക്വയർഡ്. ഒരു എപ്പോൾ വാങ്ങണമെങ്കിൽ വാങ്ങിക്കാമെന്ന് പറ്റില്ല. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് എപ്പോഴേ ഷെയർസ് ഇഷ്യൂ ചെയ്യുള്ളൂ വെൻ ദേ നീഡ് മോർ ക്യാപിറ്റൽ. അവരുടെ ക്യാപിറ്റലിൻ്റെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത്ര എമൗണ്ട് റേസ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ദേ വിൽ സ്റ്റോപ്പ്. അപ്പോൾ അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ഇങ്ങനെ വിചാരിക്കണം, ഓഹോ പിന്നെ റിലയൻസ് ഇൻഡസ്ട്രീസ് നല്ല പെർഫോമൻസ് ആണ്, എനിക്കിപ്പോൾ അതിൽ ഷെയർ വേണം വിചാരിച്ചാൽ അൺലെസ് എൻ്റെ അൾട്ടിൽ കമ്പനി കോൾസ് ഫോർ ഷെയർസ് അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് പബ്ലിക്കിന് ഷെയർസ് ഇഷ്യൂ ചെയ്താലല്ലാതെ എനിക്ക് വാങ്ങാൻ പറ്റില്ല. അതർവൈസ് ഐ ഹാവ് ടു അപ്രോച്ച് ദ സെക്കൻഡറി മാർക്കറ്റ് ആൻഡ് ഇഫ് എനിബഡി ഈസ് വില്ലിങ് ടു സെൽ ഓഫ് ദറ്റ് ഐ ക്യാൻ ബൈ ഇറ്റ്. അങ്ങനെ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് എന്താണ് അതിന് എന്തുണ്ടാവാം, ഇറ്റ് വിൽ ബി സോൾഡ് അറ്റ് എ വാല്യൂ ഹയർ ദാൻ ദ ഫേസ് വാല്യൂ. അപ്പോൾ അങ്ങനെ ആവാനുള്ളൊരു സാധ്യത ഇറ്റ് ഈസ് ദെയർ ഇൻ ദ കേസ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്. നെക്സ്റ്റ് ഇസ് റിഗാർഡിംഗ് distribution of profit. Profits are distributed on the basis of patronage shown by members. നമ്മൾ പറഞ്ഞു ഒരു കുറേ ക്രൈറ്റീരിയൻസ് ഉണ്ട്. കുറച്ച് സർവീസ് സൊസൈറ്റൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് വേണം, കുറച്ച് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം, പിന്നെ റിസർവ്സ് ആയിട്ട് കുറച്ച് തുക മാറ്റണം, പിന്നെ ഒരു മീഗർ എമൗണ്ടാണ് ഡിവിഡൻ്റായിട്ട് കൊടുക്കുക. ആ കൊടുക്കുന്നത് തന്നെ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ, ഇറ്റ്സ് നോട്ട് ലൈക്ക് എത്ര കൂടുതൽ ഷെയർ ഉള്ള ഒരാൾക്ക് കൂടുതൽ ഡിവിഡൻഡ് എന്നുള്ള കോൺസെപ്റ്റ് അല്ല കോപ്പറേറ്റീവ്സിലുള്ളത്. കോപ്പറേറ്റീവ്സിൽ ഏറ്റവും കൂടുതൽ ആരാണോ ആ സൊസൈറ്റീനോട് പാട്രണേജ് കാണിക്കുന്നത്, ആ സൊസൈറ്റിയുടെ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുന്നത്, അവർക്കാണ് കൂടുതൽ ഡിവിഡൻഡ് ഉണ്ടാവുക. But that is not the case of joint stock companies. Profits are distributed on the basis of capital contribution. എനിക്ക് 10,000 ഷെയർസ് ഒരു കമ്പനിയുടെ ഉണ്ടെങ്കിൽ ആ 10,000 ഇൻറ്റു എത്രയാണോ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത് ഐ വിൽ ഗെറ്റ് ദാറ്റ്. ബട്ട് അപ്പോൾ അവിടെ എന്താണ് ഇമ്പോർട്ടൻസ്,
എത്ര amount of capital is being held at, how much amount of shares are being held by a member will determine his quantum of profit that he is going to receive. അപ്പോൾ അതുകൊണ്ട് distribution of surplus-ൻ്റെ അകത്തും it is different. Then regarding concentration of wealth, cooperative form of organization supports the idea of decentralization of capital, limits for the extent of shares held. അതായത് കോപ്പറേറ്റീവ്സിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ മെമ്പറൊക്കെ ആവാം, പക്ഷേ കുറേ ഷെയർസ് ഒരാൾക്ക് അങ്ങോട്ട് വാങ്ങിച്ചു കൂട്ടാൻ സാധിക്കില്ല. അവിടെ ഒരു ലിമിറ്റ് ഉണ്ട്, എത്ര ഷെയർസ് വരെ ഒരാൾക്ക് ആവാം എന്നുള്ളതിന് ലിമിറ്റ് ഉണ്ട്. എനിക്ക് മെമ്പർ ആവുന്നതിന് റെസ്ട്രിക്ഷൻസ് ഇല്ല, പക്ഷേ ഞാൻ എത്ര ഷെയർസ് ഹോൾഡ് ചെയ്യണം എന്നുള്ളതിൽ എനിക്ക് ലിമിറ്റ്സ് ഉണ്ട് ഇൻ കേസ് ഓഫ് എ കോപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷൻ. ബട്ട് ഇൻ കേസ് ഓഫ് joint stock company, chance of concentration is there, no limit of shareholdings, as there is no limit for shareholdings. അപ്പോൾ ഒരു കമ്പനിയിൽ unless and until the board of directors or general body decides that അങ്ങനെ ഒരു അവർക്ക് അവരുടെ കൺട്രോൾ നഷ്ടപ്പെടേണ്ട എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അത് അവരുടെ ഡിസിഷനാണ്. അതല്ലാതെ ഒരാൾ കൂടുതൽ ഷെയർസ് വാങ്ങിക്കുന്നതിനൊന്നും യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും എന്തിനില്ല. ദർ ഇസ് നോ ലിമിറ്റ് ഫോർ ബൈയിങ് ഷെയർസ് ഓഫ് എ ജോയിൻറ്റ് സ്റ്റോക്ക് company. And last one is regarding the objective. We all know that cooperative form of organization is formed with an intention to provide service to the people, and a joint stock company is intended at making profit. One is profit oriented and the other is service oriented. So hope that now it is clear. Instead of discussing what a joint stock company is, that you are all are familiar with. Joint stock company is an association of persons, artificial person created by law, having a perpetual succession and a common seal. അല്ലേ? അങ്ങനെ അതാണ് കമ്പനി എന്ന് പറയുന്നത്. ലീഗൽ എക്സിസ്റ്റൻസ് ഉള്ള കുറച്ച് ആൾക്കാർ കൂടി ചേർന്ന് ഉണ്ടാക്കുന്ന കണ്ടിന്യൂറ്റി ഓഫ് എക്സിസ്റ്റൻസ് ഉള്ള സൈൻ ചെയ്യാനൊക്കെ അധികാരമുള്ള ഒരു ഫോം ഓഫ് ഓർഗനൈസേഷനാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, വിച്ച് റേസസ് ക്യാപിറ്റൽ ബൈ ഇഷ്യൂയിങ് ഷെയർസ്. അപ്പോൾ അങ്ങനെ കമ്പനീസ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കോർപ്പറേഷൻ പറയുന്നതിനേക്കാൾ ഇപ്പം നമ്മൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തു. സോ ഹോപ്പ് you have understood what is the difference between cooperative form of organization and joint stock companies. Now we are moving on to cooperation and partnership. So in the same way, regarding membership, we know that for a partnership firm, the membership limit, there is limit for membership. It is prescribed by law. As per the Partnership Act of 1932, there can be only 10 members in case of banking business. If the partnership is dealing with banking business, there can only be 10 members. And if it is other kind of other business lines, then we can have up to 20 members. This maximum limit of membership is limited. It is fixed by law. But in case of corporation, the law does not restrict the size of membership. If it permits, അതായത് ആ ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഓർഗനൈസേഷൻ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അതിൻ്റെ എന്താ പറയുക, ഒരേപോലെ ആൾക്കാർ മാത്രം ആവണം, ഒരേ തരത്തിൽപ്പെട്ട ആൾക്കാരെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പറായിട്ട് വരാവുള്ളൂ എന്നേ ഉള്ളൂ. ബട്ട് ദർ ഇസ് നോ ലിമിറ്റ് ഫോർ ദ നമ്പർ ഓഫ് മെമ്പേഴ്സ്. അതുപോലത്തെ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടെങ്കിലും ദർ ഇസ് നോ പ്രോബ്ലം, ദർ ഇസ് നോ റെസ്ട്രിക്ഷൻസ്. 10-20 പറയുന്ന റെസ്ട്രിക്ഷൻസ് എന്തിനകത്തില്ല, കോപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷൻ ഇല്ല. Coming over to the next point regarding capital. These cooperatives raise funds from both members and non-members, and government also provides support for the cooperators. Assistance, grant ഒക്കെ ആയിട്ട് കിട്ടും. പക്ഷേ പാർട്ട്ണർഷിപ്പിൻ്റെ കാര്യത്തിൽ ഇറ്റ് റേസസ് ഫണ്ട്സ് ഫ്രം എമംഗ് ഇറ്റ്സ് മെമ്പേഴ്സ്, സോ ക്യാപിറ്റൽ ഇസ് ലിമിറ്റഡ്. ഏറ്റവും വലിയൊരു ലിമിറ്റേഷൻ സോൾ പ്രൊപ്പറൈറ്ററിൻ്റെ ആയാലും പാർട്ട്ണർഷിപ്പ് ഫോമിൻ്റെ ആയാലും, സോൾ പ്രൊപ്പറൈറ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ പാർട്ട്ണർഷിപ്പ് കുറച്ചും കൂടി ഭേദമാണ്. But still, when we compare it with other forms of organization like joint stock company, one of the very serious limitation is that the capital is very much limited. പാർട്ട്നേഴ്സിന് എത്രയാണോ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക അത്ര മാത്രമേ അവർക്ക് ക്യാപിറ്റലായിട്ട് ഉണ്ടാവുള്ളൂ. ആൻഡ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ റേസിംഗ് ലോൺസ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൾസോ അൺലെസ് അൺടിൽ യു ആർ ഏബിൾ ടു പ്രൂവ് യുവർ സെൽഫ്. ആ ഫേം സക്സസ്ഫുൾ ആയാൽ ഓഫ് കോഴ്സ് യു മേ ബി ഗെറ്റിംഗ് ലോൺസ്, അതർവൈസ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു റേസ് ക്യാപിറ്റൽ from financial institutions. So there is be shortage of funds. കോപ്പറേറ്റീവ്സിനും ഒരു എക്സ്റ്റെൻഡ് വരെ ഷോർട്ടേജ് ഓഫ് ഫണ്ട്സ് ഉണ്ട്.
but it will get assistance from government and financial institutions ഒക്കെ ഈ കോപ്പറേറ്റീവ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കോപ്പറേറ്റീവ് ആസ് എ way of form of organization is beneficial to the society as a whole. ഈ രണ്ട് ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പിന്നെ ഫിനാൻസ് റേസ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ് when compared to partnership kind of organizations. Next is regarding existence. The cooperatives have an independent existence. Members വേറെ cooperatives വേറെ അങ്ങനെയാണ്. Members and the society are different entities. അവർ കൂടിച്ചേർന്ന് ഒരു സാധനം ആസ് പെർ ലോ ഒരു സാധനം ഉണ്ടാക്കണു എന്നല്ലാതെ അവർക്ക് എന്തില്ല, അവർ രണ്ട് സെപ്പറേറ്റ് എൻറ്റിറ്റീസ് തന്നെയാണ്, മെമ്പറും കോപ്പറേറ്റീവ് സൊസൈറ്റിയും. പക്ഷേ പാർട്ട്ണർഷിപ്പിൻ്റെ കാര്യത്തിൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഡു നോട്ട് ഹാവ് സെപ്പറേറ്റ് എക്സിസ്റ്റൻസ്. പാർട്ട്നേഴ്സ് ഇൻ പാർട്ട്ണർഷിപ്പ് ആർ ട്രീറ്റഡ് ആസ് വൺ. അങ്ങനെ ഒരാൾ നമുക്കറിയാലോ, ഒരു പാർട്ട്ണർ മരിച്ചു കഴിഞ്ഞാലൊക്കെ അതില്ലാതായി പോകാനൊക്കെ സാധ്യതയുണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് ദ കേസ് ഓഫ് ദ എക്സിസ്റ്റൻസ് ഇസ് അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. അപ്പോൾ മെമ്പേഴ്സ് ഇല്ലാതായി പോയാലോ ഇട്ടിട്ട് പോയാലോ ഒക്കെ കോപ്പറേറ്റീവ്സ് വിൽ എക്സിസ്റ്റ്. നെക്സ്റ്റ് ഈസ് കണ്ടിന്യൂറ്റി. ഇത് നമ്മുടെ എക്സിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. എൻജോയ്സ് കണ്ടിന്യൂറ്റി ഓഫ് എക്സിസ്റ്റൻസ് ഫോർ കോപ്പറേറ്റീവ്സ്. In partnership is dissolved under certain conditions. Death of a partner, insanity of a partner, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഇൻസോൾവൻസി അതൊക്കെ വരുവാണെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡിസോൾവ് ചെയ്ത് പോവും. റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ അതൊക്കെ വരുവാണെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡിസോൾവ് ചെയ്ത് പോവും. ബട്ട് കോപ്പറേറ്റീവ്സ് വിൽ റിമെയിൻ. ഇതാണ് കണ്ടിന്യൂറ്റി ഓഫ് എക്സിസ്റ്റൻസ്. നെക്സ്റ്റ് ഈസ് സീക്രസി. In a cooperative society, we have already discussed in the previous videos that cooperatives cannot hold any secrets because there is a registrar of cooperatives and they will be conducting regular audits, and whatever is the business secrets of the cooperatives, they will have to reveal it. They cannot hide any material facts from the registrar of cooperatives or a cooperative audit when it takes place. So everything is public. Publicity is a rule in cooperative society. You need to make public all the informations pertaining to the society as of how it is working, what is the policies adopted, and how much profit you are earning. Every information needs to be made public. But in case of partnership, activities can be handled with secrecy. There is no need that it needs to be disclosed. They can keep business secrets among the partners alone. And next is regarding profits. There is a predetermined criteria for the division of profit among members of a cooperative society, because we have already mentioned 2.5% should be spent for education, such and such percent for general reserve, and some person should be spend for development of the locality, and അങ്ങനെ ഒരുപാട് നിർബന്ധങ്ങളുണ്ട്. പ്രീഡിറ്റർമിൻഡ് ആണ് ഇതൊക്കെ ആസ് പെർ ലോ. പക്ഷെ പാർട്ട്ണർഷിപ്പിനെ സംബന്ധിച്ച് അവർ പാർട്ട്ണർഷിപ്പിൽ എൻട്രി ചെയ്യുന്ന സമയത്ത് ആസ് പെർ ദ എഗ്രിമെൻറ്റ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ് ഹൗ ദേ ഹാവ് ഡിസൈഡഡ് ടു ഡിസ്ട്രിബ്യൂട്ട് ദ പ്രോഫിറ്റ്, അതിനനുസരിച്ചിട്ട് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അത് അവരുടെ ഇടയിലുള്ള എഗ്രിമെൻറ്റിൻ്റെ ബേസിസിൽ ദേ ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് ദ പ്രോഫിറ്റ്. Then regarding liability, we all know that cooperatives have limited liability in the sense that if there is any debt for the cooperatives, the members will not be personally liable for these debts. And but in case of partnership, the members have unlimited liability. അവർ ഒന്നാണ്, ഒരു എൻറ്റിറ്റിയാണ് പാർട്ട്നേഴ്സും. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ പാർട്ട്ണർഷിപ്പിൻ്റെ നഷ്ടം പാർട്ട്നേഴ്സിൻ്റെയും കൂടെ നഷ്ടമാണ്. ദേ വിൽ ബി liable to the debts created by the partnership organization. That is regarding liability. And last one is regarding management. The management committee of a cooperative is elected by members to manage the affairs of the organization. It's not seen here, sorry. The management committee of cooperative is elected by members to manage the affairs of the organization. But in partnership, there is no elected body for managing the affairs. പാർട്ട്ണർഷിപ്പിൽ അങ്ങനെ elected body ഒന്നുമില്ല. പാർട്ട്നേഴ്സ് തന്നെ
ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ള ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ ഹി ഓർ ഷീ വിൽ ബി മാനേജിങ് ദ അഫയേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ അവർ ഒരുമിച്ചായിരിക്കും മാനേജ് ചെയ്യുക. അതല്ലാതെ അവിടെ ഒരു ഇലക്ഷനോ എലക്റ്റഡ് മെമ്പറോ കമ്മിറ്റിയോ അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് ഒന്നും പാർട്ട്ണർഷിപ്പിനകത്തില്ല. So these are the difference between cooperative form of organization and partnership form of business, and hope it is clear. All these information, all these things are known to you. It's just brushing up your memories or relating it with cooperation. So thank you for listening.